എറണാകുളത്ത് സിവിൽ പോലീസ് ഓഫീസറെ ഭീഷണിപ്പെടുത്തി പണം തട്ടി SI. പാലാരിവട്ടം സ്റ്റേഷനിലെ SI KK ബിജുവാണ് CPO സ്പായിൽ പോയ കാര്യം ഭാര്യയെ അറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി 4 ലക്ഷം രൂപ തട്ടിയെടുത്തത്. CPO സ്പായിൽ വന്നു പോയതിന് പിന്നാലെ മാല നഷ്ടമായി എന്ന ജീവനക്കാരിയുടെ പരാതിയാണ് ബിജു ആയുധമാക്കിയത്. ബിജുവിനെതിരെ പോലീസ് കേസെടുത്തു. സ്പായിലെ യുവതി അടക്കം 3 പേർ കേസിൽ പ്രതികളാണ്. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, ഇത് കള്ളന്മാരാണോ പോലീസാണോ ഇതിൽ കൂടുതൽ പ്രശ്നക്കാർ എന്ന നിലയിലേക്കാണോ പോകുന്നത്? ഈ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഇത് എന്താണ് സംഭവിച്ചത്? ശ്രീജ, എന്തായാലും ഇതിൽ കള്ളനും പോലീസ് തന്നെയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ എറണാകുളം കോസ്റ്റൽ സ്റ്റേഷനിലെ പോലീസുകാരനായിട്ടുള്ള CPO ആണ് പാലാരിവട്ടത്തെ ഒരു സ്പായിൽ പോയത്. അവിടെ വെച്ചും സ്പായിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ജീവനക്കാരി ഈ CPOയെ വിളിച്ചു പറയുന്നു തന്റെ മാല നഷ്ടപ്പെട്ടു, അത് CPO ആണ് എടുത്തതെന്ന്. ഇതിനെ തുടർന്ന് ഈ നിരന്തരം ഫോണിൽ വിളിക്കുകയും ആ മാല തിരികെ നൽകണമെന്നും ആവശ്യപ്പെട്ടു. ഇപ്പോൾ CPO ആവർത്തിച്ച് പറയുന്നുണ്ട് താൻ അത്തരത്തിലൊരു മാല മോഷ്ടിച്ചിട്ടില്ല, ആ മാല താൻ എടുത്തിട്ടില്ല എന്ന് CPO ആവർത്തിച്ച് പറഞ്ഞെങ്കിൽ പോലും ഈ യുവതി പോലീസുകാരനെ CPOയെ വിടാൻ തയ്യാറായില്ല. ഉടനെ തന്നെ പാലാരിവട്ടം പോലീസിൽ ഈ ജീവനക്കാരി പരാതി നൽകുന്നു. ഈ പരാതിയിലായിക്കോട്ടെ ഇടപെടുന്നത് പാലാരിവട്ടം SI ആയിട്ടുള്ള ബിജു ആണ്. ബിജു CPOയെ വിളിച്ചിട്ട് പറയുന്നു ഈ പണം കൊടുത്ത് എത്രയും വേഗം ഇത് സെറ്റിൽ ചെയ്തോ, അല്ലെങ്കിൽ ഇത് ഭാര്യ അറിയും, കുടുംബം അറിയും, വളരെ നാണക്കേടാണ്, സ്പായിൽ പോയെന്നൊക്കെ അവർ അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ നാണക്കേടാണ്, എത്രയും വേഗം പൈസ കൊടുത്ത് ഇത് സെറ്റിൽ ചെയ്യാൻ പറയുന്നു. ഇതിനെ തുടർന്ന് പല വട്ടങ്ങളിലായി ഈ ബിജുവും യുവതിയും ചേർന്ന് 4 ലക്ഷം രൂപയാണ് ഈ CPOയുടെ പക്കൽ നിന്നും തട്ടിയെടുത്തത്. ഇതിനെ തുടർന്ന് CPO സംശയം തോന്നി. കാരണം ഈ SIയുടെ നടപടികളിൽ അദ്ദേഹത്തിന്റെ ചില സംസാരങ്ങളിലൊക്കെ സംശയം തോന്നിയ CPO തന്റെ രീതിയിൽ ഒരു അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിലാണ് SI ആയിട്ടുള്ള ബിജു സമാനമായ രീതിയിൽ മറ്റ് പലരിൽ നിന്നും പണം തട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഇടനിലക്കാരനായി നിന്ന് ആളുകളെ പറ്റിക്കുന്ന ഒരു സ്വഭാവം SIക്ക് ഉണ്ടെന്ന് മനസ്സിലാകുകയും ഈ CPO പാലാരിവട്ടം പോലീസിന് തന്നെ പരാതി നൽകുകയും ചെയ്തു. പോലീസിന്റെ അന്വേഷണത്തിൽ ഇത് ശരിയാണെന്ന് മനസ്സിലായി. ഇതിനെ തുടർന്ന് യുവതിയും അടക്കം 3 പേർക്കെതിരെ, യുവതിയും SIയും അടക്കം 3 പേർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഏതായാലും SI ബിജുവിനെതിരെ വകുപ്പ് തല നടപടി ഉണ്ടാകുമെന്നാണ് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്നത്. എന്തായാലും തീക്കട്ടയിൽ തന്നെ ഉറുമ്പരിക്കുന്ന തരത്തിലൊരു നടപടിയായിട്ട് തന്നെ ഈ വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഈ പോലീസുകാരൻ തന്നെ പോലീസുകാരനെ പറ്റിക്കുന്ന ഒരു രീതിയായിരുന്നു പാലാരിവട്ടത്ത് സംഭവിച്ചിരിക്കുന്നത്. ഈ SI ബിജുവിനെതിരെ കൂടുതൽ പരാതികളും ഉണ്ടാകാനൊരു സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഇത് ഈ സംഭവം ഉണ്ടായതിന് ശേഷം ഈ SIയും ഈ യുവതിയും തമ്മിലുണ്ടായ ഒരു ധാരണയാണോ, അതോ സ്ഥിരമായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാറുണ്ടോ? ഈ SIയുടെ ഒരു ട്രാക്ക് റെക്കോർഡ് എങ്ങനെയാണ് നവമി? ഇതിനൊരു ഹണി ട്രാപ്പായി തന്നെ നമുക്ക് കണക്കാക്കാം. കാരണം ഈ യുവതി പരാതി നൽകിയത് വ്യാജമാണെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ മനസ്സിലായി. ഒപ്പം SI ആയിട്ടുള്ള ബിജു ഇതിന് കൂട്ടുനിന്നു. അതായത് CPOയെ പറ്റിക്കുന്നതിന് വേണ്ടി യുവതിക്കൊപ്പം കൂട്ടുനിന്നതും ബിജു ആണെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ മനസ്സിലാകുകയും ചെയ്തു. ഇയാൾക്കെതിരെ ഇതുപോലെ ഇയാൾ പല കേസുകളിലും ഇത്തരത്തിൽ ഇടനിലക്കാരനായി നിൽക്കുകയും പരാതിക്കാരിൽ നിന്നും പണം, അല്ലെങ്കിൽ ആരോപണ വിധേയരാകുന്നവരിൽ നിന്നും പണം തട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി പണം തട്ടിയിട്ടുണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണത്തിൽ മനസ്സിലായത്. ആ വിധത്തിലുള്ള ഒരു പോലീസിന്റെ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ SI ആയിട്ടുള്ള ബിജുവിനെതിരെ വകുപ്പ് തല നടപടികളും ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ബിജുവിനെതിരെ കൂടുതൽ പരാതിക്കാർ രംഗത്തെത്തുമോ എന്നൊരു രീതിയിൽ കാത്തിരിക്കുകയാണ് പാലാരിവട്ടം പോലീസ്. അങ്ങനെ ഉണ്ടെങ്കിൽ കടുത്ത നടപടികളിലേക്ക് തന്നെ പോകാനാണ് സാധ്യത. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ CPO നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ ഈ CPOയുടെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് തന്നെയാണ് പോലീസിന് മനസ്സിലായത്. അതുകൊണ്ട് തന്നെയാണ് SIയെയും പ്രതിയാക്കിക്കൊണ്ട് പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. വല്ലാത്തൊരു കേസാണിത്. ഒരു CPOയെ സ്പായിൽ പോയ വിവരം ഭാര്യയെ അറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി 4 ലക്ഷം രൂപ
തട്ടിയത് പാലാരിവട്ടം സ്റ്റേഷനിലെ SI KK ബിജു. ഈ സ്പായിലെ യുവതിയടക്കം, ജീവനക്കാരിയായ യുവതിയടക്കം 3 പേരാണിപ്പോൾ കേസിൽ പ്രതികളായിട്ടുള്ളത്. കൊച്ചിയിൽ നിന്ന് തന്നെയാണ് അടുത്ത